ഒമാൻ നാട്ടോ ജംസിൽ. പിന്നെ പെട്രോൾ അടിക്കാൻ ഒമാനിലെ സിസ്റ്റം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരും കേട്ടോ. നാട്ടിലെങ്ങനെയാണെന്നൊന്നും അറിയില്ല എനിക്ക്. നാട്ടിൽ ഞാൻ പെട്രോൾ പമ്പിലൊന്നും നിന്നിട്ടില്ല. ഈ ടാഗ് കണ്ടോ, ഇതാണ് ഞങ്ങളെ ടാഗ്. ഇത് അവിടെ മുട്ടിച്ചാലേ നമുക്ക് പമ്പ് ഓപ്പൺ ആക്കാൻ പറ്റും. പുറത്തുനിന്ന് ആരും വന്നാലും പമ്പ് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അത് നമ്മളെ ലോക്കാണ് കേട്ടോ. ഈ സെൻസർ പോലത്തെ സാധനത്തിൽ ഞങ്ങൾ ഇതിൽ ടാഗ് അങ്ങോട്ട് മുട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം അവിടെ ലൈറ്റ് എത്തി, ഫോണടി കീമുള്ള, അപ്പോൾ പമ്പ് ഈസ് റെഡി എന്ന് കഴിയുമ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡിൽ കണ്ടില്ല, സി എന്നുള്ള ഓപ്ഷൻ ക്യാൻസലും, ലിറ്റർ എന്നുള്ളതിന് എല്ലും. ലിറ്റർ അടിക്കാനായി എല്ലടിച്ചിട്ട് എല്ലിനുള്ള അക്ഷരം അടിച്ചിട്ട് നേരെ 30 ലിറ്റർ 20 ലിറ്റർ അങ്ങനെ വേണ്ടി നമുക്ക് അടിച്ചു വിട്ടാൽ മതി. സി എന്നുള്ളത് ക്യാൻസലാക്കി പിന്നെ ഒന്നിലൊക്കെ ഒന്നാവും, രണ്ടിലൊക്കെ രണ്ടാവും. പിന്നെ 5 റിയാൽ വരെ നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് ഇത് അടിക്കാൻ വേണ്ടി കണ്ടില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ 1 2 3 4 5 അങ്ങനെ പെട്ടെന്ന് ഡിസ്പ്ലേയിൽ കാണിക്കുക. അപ്പോൾ 5 റിയാലിന് അടിച്ചാൽ ഇത്ര വരും. അത് ക്യാൻസൽ ചെയ്യണം, സീലാക്കിയാൽ മതി. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ടില്ല, പമ്പ് റെഡി ആയതുകൊണ്ട് അതിൽ മിന്നി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടാഗ് വെച്ചുകൊണ്ട് പമ്പ് റെഡിയാണ്. അത് കുറച്ച് സെക്കൻഡേ നിൽക്കും. അപ്പോൾ 5 റിയാലിന് അടിച്ചാൽ നമുക്ക് ഏതാണ്ട് 229 പൈസയാണ് നോർമൽ വരുന്നത്, ഏറ്റവും താഴ്ന്ന പെട്രോൾ. അത് 21 ലിറ്റർ നമുക്ക് പെട്രോൾ കിട്ടും 5 റിയാലിന്. സൂപ്പറിന് വേറെ പ്രൈസ് കേട്ടോ. സൂപ്പറിൻ്റെ പ്രൈസ് 239 പൈസ വേണ്ട. സൂപ്പറിൻ്റെ നോസിൽ നോക്കിയപ്പം 239 പൈസയാണ്. ഇങ്ങനെയായിട്ടാണ് ഒമാനിലെ പെട്രോൾ. അപ്പം അറിയുന്ന പോലെ അറിയാത്തവർക്ക് ഷെയർ ചെയ്തിട്ട് ബൈ.